ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമറിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാസ്റ്റിൽ എങ്ങനെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാമെന്നാണ്. എന്താണ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അല്ലേ. തൊട്ട് മുമ്പേ നമ്മൾ ചെയ്തതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങും അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനും, ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനും, അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാസ്റ്റിൽ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. വളരെ സിമ്പിളാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ട് മുമ്പേ ചെയ്ത ഒരു വീഡിയോ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ഏതാണെന്നറിയോ? ഡിഡ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ. അതായത് ടു ടെസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഡിഡ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ ഡിഡ് യൂസ് ചെയ്തത് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് എത്ര നിങ്ങൾക്ക് ഓർമ്മയില്ല, തൊട്ട് മുമ്പത്തെ കുറച്ച് 2-3 വീഡിയോ മുമ്പത്തെ വീഡിയോ ഡിഡ് എന്ന് ഞാൻ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്നലെ എങ്ങാനും ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഞാൻ ഇന്നലെ ആ ജോലി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് അവളെ കണ്ടു. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, ഞാൻ ഇംഗ്ലീഷ് എഴുതി, ഞാൻ ഇംഗ്ലീഷ് എഴുതി എന്ന് പറയണമെങ്കിൽ ആ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് എഴുതി. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? നീ ഇംഗ്ലീഷ് എഴുതിയോ, നീ ഇംഗ്ലീഷ് എഴുതിയോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇത് ചോദിക്കണമെങ്കിൽ നമുക്ക് ഡിഡിൻ്റെ ആ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എഴുതി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡിഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ബോബിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഡോൺ ഡസ് പറയുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒളിഞ്ഞു കിടക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്താണ്? ഞാൻ ഇംഗ്ലീഷ് എഴുതി എന്നാണ്. സിമ്പിൾ പാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഞാൻ ഇംഗ്ലീഷ് എഴുതി, എഴുതുക റൈറ്റ് എന്നാണല്ലേ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് എന്താണ്? അതിൻ്റെ V2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പാസ്റ്റിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് V2 ഫോമാണ്. ഒരു വെർബിൻ്റെ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് V2, അതിനുശേഷം ഒബ്ജക്റ്റ്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇംഗ്ലീഷ് എഴുതി എന്ന് പറയുമ്പം സബ്ജക്റ്റ് എന്താണ്? ഞാനാണ്. ഐ റോട്ട് ഇംഗ്ലീഷ്. റൈറ്റിൻ്റെ V2 ആണ് റോട്ട് എന്ന് പറയുന്നത്. സോ ഐ റോട്ട് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് എഴുതി. ഇനി നമ്മളിത് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നീ ഇംഗ്ലീഷ് എഴുതിയോ അല്ലേ? നീ ഇംഗ്ലീഷ് എഴുതിയോ എന്നാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നോക്കാം. അതായത് നീ ഇംഗ്ലീഷ് എഴുതിയോ, നീ ഇംഗ്ലീഷ് എഴുതിയോ എന്ന് ചോദിക്കുമ്പോൾ ഐ റോട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. റൈറ്റിൻ്റെ പാസ്റ്റ് റോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമുക്കൊരു ഓക്സിലറി വേണമല്ലോ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് നമ്മൾ ഡിഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഡിഡ് കിട്ടുക? ഈ റോട്ട് എന്ന് പറയുന്നത് പാസ്റ്റാണ്. അപ്പോൾ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓക്സിലറി കിട്ടിയല്ലോ. ഇനി എന്താ പറയേണ്ടത്? ഡിഡ് യു റൈറ്റ് ഇംഗ്ലീഷ്, ഡിഡ് യു റൈറ്റ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് എഴുതിയോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ്, അനു പുഴയിൽ നീന്തി, അനു പുഴയിൽ നീന്തി. നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളെല്ലാവരും പുഴ കാണാൻ പോയി, അവിടെ നീന്തിയത് ആരാണ്? അനുവാണ്. അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക? അനു പുഴയിൽ നീന്തി എന്ന് പറയാറുണ്ട്. അനു പുഴയിൽ നീന്തി എന്ന് പറയുന്നത് പാസ്റ്റാണ്. സോ നമ്മളിങ്ങനെ പറയുക, നീന്തുക എന്നുള്ളത് എന്താണ്? സ്വിമ്മാണ് അല്ലെ. സ്വിമ്മിൻ്റെ പാസ്റ്റ് എന്താ? V2 എന്താണ്? സ്വാം എന്നാണ്. സ്വാം എന്നാണ്. അപ്പോൾ എങ്ങനെ പറയുക? അനു സ്വാം ഇൻ ദ റിവർ, അനു സ്വാം ഇൻ ദ റിവർ, അനു പുഴയിൽ നീന്തി. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അനു പുഴയിൽ നീന്തി
നീന്തിയോ? അനു പുഴയിൽ നീന്തിയോ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? അവിടെ സോം എന്ന് പറയുന്നത് എന്താണ്? ഡിഡ് പ്ലസ് സ്വിം ആണ്. ഡിഡ് പ്ലസ് സ്വിം എന്നാണ് സ്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഡിഡ് അനു സ്വിം ഇൻ ദ റിവർ? ഡിഡ് അനു സ്വിം ഇൻ ദ റിവർ? അനു പുഴയിൽ നീന്തിയോ? അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ കൂടി നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് അവൻ്റെ ഫോൺ അവന് കിട്ടിയോ എന്നാണ്. അവൻ്റെ ഫോൺ അവന് കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കുമ്പോഴേ അവൻ്റെ ഫോൺ കിട്ടി, അവൻ്റെ ഫോൺ കിട്ടി എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ്റെ ഫോൺ കിട്ടി എന്ന് പറയുമ്പോഴേ ഗോഡ് ഹിസ് ഫോൺ, ഗോഡ് ഹിസ് ഫോൺ. ഇവിടെ ഗെറ്റിൻ്റെ പാസ്റ്റ് ആണ് ഗോഡ് എന്ന് പറയുന്നത്. സോ ഗോഡ് ഹിസ് ഫോൺ, അവൻ്റെ ഫോൺ കിട്ടി. ഇനി അതിന് ക്വസ്റ്റ്യൻ എന്താണ്? അവൻ്റെ ഫോൺ കിട്ടിയോ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക? അവൻ്റെ ഫോൺ അവന് കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഡിഡാണ് വരേണ്ടത്. അപ്പോൾ ഗോട്ട് എന്തായി മാറും? ഗെറ്റ് എന്നായി മാറും അല്ലേ? അപ്പോൾ ഡിഡ് ഹി ഗെറ്റ് ഹിസ് ഫോൺ? ഡിഡ് ഹി ഗെറ്റ് ഹിസ് ഫോൺ? അവൻ്റെ ഫോൺ അവന് കിട്ടിയോ? ഓക്കെ. ഒരാളോട് ചോദിക്കുകയാണ്, നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ? നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ? ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കി എന്നെങ്ങനെ പറയാം? ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കി. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കി എന്ന് പറയാം. ഐ ക്ലീൻ. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കുക. അതിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരിക്കും? ക്ലീൻഡ് എന്നാണ് അല്ലേ? ED ചെയ്തു. അപ്പം ഐ ക്ലീൻഡ് ദ ഫ്രിഡ്ജ്. ഐ ക്ലീൻഡ് ദ ഫ്രിഡ്ജ്. ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കി. ഇനി നമ്മളതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പം എന്താകും? നമുക്കവിടെ ഓക്സിലറി ആയിട്ട് ഡിഡ് വരണം. നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ എന്ന് ചോദിക്കണം അല്ലേ? നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ? അവിടെ നമ്മുടെ വേർബ് എന്തായി മാറും? ക്ലീൻ എന്നായി മാറും. അതിൻ്റെ ED എന്താകും? ഡിഡായി മാറും. ഡിഡ് പ്ലസ് ക്ലീൻ ആണ് ക്ലീൻ എന്ന് പറയുന്നത്. സോ ഡിഡ് യു ക്ലീൻ ദ ഫ്രിഡ്ജ്? ഡിഡ് യു ക്ലീൻ ദ ഫ്രിഡ്ജ്? നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ? ക്ലിയർ ആയോ? അവൾ തുണികൾ മടക്കി വെച്ചു. അവൾ തുണികൾ മടക്കി വെച്ചു. ഇതും പാസ്റ്റ് ആണ് പറയുന്നത്. അവൾ തുണികൾ മടക്കി വെച്ചു എന്നാണ് പറയുന്നത്. ഈ മടക്കി വെക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഫോൾഡ് എന്നാണ് അല്ലേ? FOLD. ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾ മടക്കി വെക്കുക എന്നാണ്. ഫോൾഡ് എന്നാണ് അല്ലേ? മടക്കി വെക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൾഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അതിൻ്റെ പാസ്റ്റ് എന്താണ്? അവൾ തുണികൾ മടക്കി വെച്ചു. അവൾ തുണികൾ മടക്കി വെച്ചു എന്ന് പറയുമ്പോൾ ഷീ ഫോൾഡഡ് ദ ക്ലോത്ത്സ്. ഷീ ഫോൾഡഡ് ദ ക്ലോത്ത്സ്. അവൾ തുണികൾ മടക്കി വെച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവൾ തുണികൾ മടക്കി വെച്ചോ? അവൾ തുണികൾ മടക്കി വെച്ചോ എന്നാണ് ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കുക? സബ്ജക്റ്റ് അവളാണ്, ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഡിഡ് വേണം. ഡിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെർബ് എന്തായി മാറും? V1 ഫോമിലായി മാറും. എങ്ങനെ പറയാ? ഡിഡ് ഷീ എന്നാണ് വേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്. അവൾ തുണികൾ മടക്കി വെച്ചോ എന്നാണ് ചോദിക്കുന്നത്. സോ ഡിഡ് ഷീ ഫോൾഡ്. ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെക്കുക എന്നാണ് അല്ലേ? ഫോൾഡറിൻ്റെ V1 ആണ് ഫോൾഡ് എന്ന് പറയും. സോ ഡിഡ് ഷീ ഫോൾഡ് ദ ക്ലോത്ത്സ്? അവൾ തുണികൾ മടക്കി വെച്ചോ? ക്ലിയർ ആയി? നെക്സ്റ്റ്, രാജു ക്ലാസ്സിൽ പോയി. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. രാജു ക്ലാസ്സിൽ പോയി. രാജു ക്ലാസ്സിൽ പോയി എന്നാണ് പറയുന്നത്. പാസ്റ്റ് ആണ്. പോവുക ഗോ ആണ്. അതിൻ്റെ വീറ്റ് എന്താണ്? വെൻ്റാണ് വരുന്നത്. അപ്പം വെൻ്റാണ്. അപ്പം രാജു ക്ലാസ്സിൽ പോയി. രാജു വെൻ ടു ക്ലാസ്. രാജു വെൻ ടു ക്ലാസ്. രാജു ക്ലാസ്സിൽ പോയി. ഇനി രാജു ക്ലാസ്സിൽ പോയോ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? രാജു ക്ലാസ്സിൽ പോയോ? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഡിഡ് യൂസ് ചെയ്യുക, അതിനുശേഷം സബ്ജക്റ്റ് യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഈ ഡിഡ് വന്നതെന്ന് ക്ലിയർ ആയല്ലോ? ഡിഡ് രാജു വെൻ്റ് ഉള്ളത് എന്താകും? ഗോ എന്നാകും. അപ്പം ഡിഡ് രാജു ഗോ ടു ക്ലാസ്. ഡിഡ് രാജു ഗോ ടു ക്ലാസ്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും, നമുക്ക് എങ്ങനെ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ആ ഡിഡ് എങ്ങനെ വന്നു എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഡിഡ് എങ്ങനെയാണ് നമ്മൾ പാസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് വന്നത് എന്ന് ഇനി ആർക്കും സംശയം ഉണ്ടാകരുത്. ഡിഡ് രാജു ഗോ ടു ക്ലാസ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന് നെഗറ്റീവ് പറയാനും രാജു ക്ലാസ്സിൽ പോയില്ല.
രാജു ഡിഡിൻ ഗോ ടു ക്ലാസ്. രാജു ക്ലാസ്സിൽ പോയില്ല. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു സെൻറ്റൻസ് പറയും, അതിന് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ, ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഞാനൊരു സെൻറ്റൻസ് പറയാം. ശ്രീലക്ഷ്മി മലയാളം വായിച്ചു. ശ്രീലക്ഷ്മി മലയാളം വായിച്ചു. ഇവിടെ വായിച്ചു എന്നുള്ളതാണ് വെർബ് എന്ന് പറയുന്നത്. ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. എന്താണ് വായിച്ചത്? മലയാളമാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശ്രീലക്ഷ്മി മലയാളം വായിച്ചു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി വായിക്കുക റീഡാണ്. അപ്പോൾ റീഡിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് റീഡ് തന്നെയാണ്. ഓക്കെ, ശ്രീലക്ഷ്മി റീഡ്. പിന്നെ ഒരു കാര്യം, റീഡിൻ്റെ V2ഉം V3യും ഒക്കെ റീഡ് തന്നെയാണ് കേട്ടോ. V1ഉം V2ഉം V3യും ഒക്കെ റീഡ് തന്നെയാണ്. സോ ഇനി ശ്രീലക്ഷ്മി റീഡ് മലയാളം. ശ്രീലക്ഷ്മി റീഡ് മലയാളം. ശ്രീലക്ഷ്മി മലയാളം വായിച്ചു. ഇതിന് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി മലയാളം വായിച്ചോ, ശ്രീലക്ഷ്മി മലയാളം വായിച്ചോ എന്നാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ റിസർച്ച് പാലസ് കാണുന്ന ആളുകളാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ ഇതും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.